രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പ്രമുഖരായ ഈ രണ്ട് നേതാക്കളെ ഒന്നറിയണം. രാഷ്ട്രീയം മറന്നുകൊണ്ട് രാഷ്ട്രമെന്ന വികാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ കൊള്ളരുതായ്മകളെല്ലാം തന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്ന തിരക്കിലാണവർ. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ ഈ അവസരത്തിൽ കാണുവാനില്ല. ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ നാവായിട്ടാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. അതുകൊണ്ടാണോ തങ്ങൾ മറ്റു കോൺഗ്രസ് നേതാക്കളോടും ഈ നയം തന്നെ സ്വീകരിക്കണം എന്ന് വാശി പിടിക്കുന്നത് എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പോലെ പാർട്ടിയിലെ എല്ലാവരും പാകിസ്ഥാന്റെ നാവായി പ്രവർത്തിക്കണം എന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നയമെന്ന് തോന്നുന്നു. മറ്റനേകം നേതാക്കൾ കോൺഗ്രസ് പാർട്ടി വിട്ട് പോയതുപോലെ തന്നെ സൽമാൻ ഖുർഷിദ് പോയാലും ശശി തരൂർ പോയാലും കോൺഗ്രസ് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. രാജ്യ താൽപര്യത്തിനൊപ്പം നിൽക്കുന്നവരോട് കോൺഗ്രസ് പാർട്ടി എന്തിനാണ് യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. പാകിസ്ഥാൻ ഒപ്പം നിന്നാൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടും എന്നതാണോ കോൺഗ്രസ് കരുതുന്നത്? നിങ്ങളുടെ അമിതമായ പ്രീണനം കാരണം നിങ്ങൾ ആരെയാണോ പ്രീണിപ്പിക്കാൻ നോക്കുന്നത് അവർ പോലും അസ്വസ്ഥരാകുക എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. ഇസ് ഇറ്റ് സോ ഡിഫിക്കൽട്ട് ടു ബി എ പേട്രിയോട്ട്? പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം രാജ്യത്തിന്റെ നിലപാട് ലോകത്തെ അറിയിക്കാനുള്ള ഇന്ത്യയുടെ ആഗോള ദൗത്യത്തിന്റെ ഭാഗമായ കോൺഗ്രസ് പാർട്ടി നേതാവും മുൻ വിദേശകാര്യ മന്ത്രിയുമായ സൽമാൻ ഖുർഷിദ് ഇന്ന് ചോദിച്ച ചോദ്യമാണ്. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ പ്രശംസിക്കുകയും 370 അനുച്ഛേദം റദ്ദാക്കിയത് ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രശ്നം അവസാനിപ്പിച്ചതായും ഇത് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായി എന്നും ലോകവേദികളിൽ പറഞ്ഞതോടുകൂടി തന്നെ ശശി തരൂരിന് പിന്നാലെ സൽമാൻ ഖുർഷിദും കോൺഗ്രസ് പാർട്ടിക്ക് അനഭിമാനമായി. രാഹുൽ ഗാന്ധിയെ പോലെ പാർട്ടിയിലെ എല്ലാവരും പാകിസ്ഥാന്റെ നാവായി പ്രവർത്തിക്കണമെന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നയമെന്ന് തോന്നുന്നു. രാഷ്ട്രീയ താൽപര്യം മറച്ചുവെച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസ് ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും രാജ്യ താൽപര്യത്തിനൊപ്പം നിൽക്കുകയാണ് എന്നതോർക്കണം. അതിൽ മുസ്ലിം ലീഗും OYCയുടെ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെയുണ്ട്. കോൺഗ്രസിന് ഉള്ളിലെ ന്യൂനപക്ഷ നേതാക്കൾക്ക് പോലും കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയം അസഹനീയമാകുന്നു എന്നതിന്റെ ഉദാഹരണമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ സൽമാൻ ഖുർഷിദിന്റെ പ്രസ്താവന. രാജ്യ താൽപര്യത്തിനൊപ്പം നിൽക്കുന്നവരോട് കോൺഗ്രസ് പാർട്ടി എന്തിനാണ് യുദ്ധപ്രഖ്യാപനം നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പാകിസ്ഥാൻ ഒപ്പം നിന്നാൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടും എന്നതാണോ കോൺഗ്രസ് കരുതുന്നത്? നിങ്ങളുടെ അമിതമായ പ്രീണനം കാരണം നിങ്ങൾ ആരെയാണോ പ്രീണിപ്പിക്കാൻ നോക്കുന്നത് അവർ പോലും അസ്വസ്ഥരാകുക എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് പാർട്ടിയുടെ ഈയിടെ നടന്ന ഗുജറാത്ത് സമ്മേളനത്തിൽ എടുത്ത തീരുമാനം ന്യൂനപക്ഷ വോട്ട് മാത്രം ലക്ഷ്യം വെക്കുക, അതിനുവേണ്ടി എന്ത് പ്രീണനവും നടത്തുക, അതിപ്പോൾ ഇന്ത്യ വിരുദ്ധതയാണെങ്കിലും പ്രശ്നമില്ല എന്നതാണ് കേട്ടിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിലെ ന്യൂനപക്ഷ നേതാക്കൾ പോലും കോൺഗ്രസിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടിനെ ചോദ്യം ചെയ്തിട്ടും അതെല്ലാം അവഗണിച്ച് കൂടുതൽ രാജ്യവിരുദ്ധ നിലപാട് കോൺഗ്രസ് പാർട്ടി കൈക്കൊള്ളുന്നത്. എത്ര വിമർശനം ഉയർത്തിയാലും കോൺഗ്രസ് ഇന്ത്യ വിരുദ്ധ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കണമെങ്കിൽ രാജ്യ താൽപര്യം നോക്കാൻ പാടില്ല എന്ന സന്ദേശം കൂടിയാണ് നേതാക്കൾക്കും അണികൾക്കും കോൺഗ്രസ് നൽകുന്നത്. മറ്റനേകം നേതാക്കൾ കോൺഗ്രസ് പാർട്ടി വിട്ടു പോയതുപോലെ സൽമാൻ ഖുർഷിദ് പോയാലും ശശി തരൂർ പോയാലും കോൺഗ്രസ് ഇന്ത്യ വിരുദ്ധ നിലപാട് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതി കോൺഗ്രസിന്. പക്ഷേ കോൺഗ്രസ് വിചാരിക്കുന്നത് പോലെ ന്യൂനപക്ഷ വിഭാഗത്തിലെ എത്ര പേർ ഇന്ത്യ വിരുദ്ധ നിലപാടിന് കൂട്ടുനിൽക്കും? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ രാജ്യവിരുദ്ധ നിലപാടുകൾ എടുത്താൽ മതി എന്ന നിലപാട് ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളിയും കൂടിയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിന്റെ ഈ ട്രാപ്പിൽ പോയി വീഴാൻ ഒന്നും പോകില്ല. ഇതിലെ അപകടം മനസ്സിലാക്കി കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ന്യൂനപക്ഷ നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വരിക തന്നെ ചെയ്യും. കാരണം അതിന്റെ ഭവിഷ്യത്ത് ആരെക്കാളും നന്നായി അവർക്കറിയാം. ന്യൂനപക്ഷ വോട്ടും പിന്നോക്ക വോട്ടും ചേർത്താൽ ഇന്ത്യ ഭരിക്കാമെന്ന് ആരോ ആ മണ്ടൻ ചെക്കനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്നു മുതൽ ഇതാണ് കാട്ടിക്കൂട്ടുന്നത്. ഇന്ത്യ വിരുദ്ധത പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ട് കിട്ടും, എല്ലാത്തിലും ജാതി കുത്തിക്കയറ്റിയാൽ പിന്നോക്ക വോട്ടും കിട്ടുമെന്ന് ആ കിഴങ്ങൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ പയ്യൻ ലോക ചെസ് ചാമ്പ്യൻ ആയപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഇന്ത്യക്കാരൻ്റെ നേട്ടമായാണ്. അതേസമയം പപ്പു ചോദിക്കുന്നത്, അവൻ ജയിച്ചെങ്കിലും മത്സരത്തിൽ കുറെ കരുക്കൾ നഷ്ടമായില്ലേ? ചെസ് മത്സരത്തിൽ എത്ര പിന്നോക്കക്കാർ ഇതുവരെ ലോക ചാമ്പ്യനായി എന്നൊക്കെയാണ് അറിയേണ്ടത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.